സ്റ്റുഡൻസ്, അപ്പോൾ മൊഡ്യൂൾ 1 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1 ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിൻ്റെ കേസിൽ നമ്മൾ കുറേ കേസ് പറഞ്ഞു. അതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതായത് ഒരു കേർവ്ഡ് വെയിനെ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. കേർവ്ഡ് വെയിൻ്റെ മേലേക്ക് ഇൻലെറ്റ് ടിപ്പാണ്, അതായത് ആ കേർവ്ഡ് വെയിൻ്റെ ടിപ്പിലാണ് ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വെയിൻ മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി u. അങ്ങനെയാണെങ്കിൽ ഈ ജെറ്റ് വെയിനിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാണാനാണ് അടുത്തൊരു ഡെറിവേഷൻ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ടഫാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നുമില്ല, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ജെറ്റ് വന്നൊരു പ്ലേറ്റിനെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ജെറ്റിൻ്റെ വെലോസിറ്റിയുടെയും ഈ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെയും റിലേറ്റീവ് വെലോസിറ്റിയാണ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റേഷനറി പ്ലേറ്റിനെ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഇക്വേഷൻസിലൊക്കെ വി ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? വി മൈനസ് യു. ഈ വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താ? ജെറ്റിൻ്റെയും പ്ലേറ്റിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റിയാണ് വി മൈനസ് യു. അപ്പോൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന പ്ലേറ്റിൻ്റെ മേലെ അപ്ലൈഡ് ആവുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ഈ ഇൻകമിങ് വെലോസിറ്റിക്ക് പകരം ജെറ്റിൻ്റെയും പ്ലേറ്റിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ മൂവിങ് ആയിട്ടുള്ള പ്ലേറ്റ്സിൻ്റെ കേസസിൽ എന്ത് ചെയ്തത്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഇനി ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, രണ്ട് വെലോസിറ്റി, അതായത് ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റിയും ഇൻക്ലൈൻഡ് ആണ്, പുറത്തേക്ക് ജെറ്റ് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോകുന്ന വെലോസിറ്റിയും ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, ആ റിലേറ്റീവ് വെലോസിറ്റി എടുക്കാൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പം ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കുക നിങ്ങൾ. അതിലൊരു കേർവ്ഡ് വെയിൻ ഉണ്ട്, അതിൻ്റെ ടിപ്പിലേക്ക് ഒരു പെൻസ്റ്റോക്കിൻ്റെ അറ്റത്തുള്ള നോസിൽ നിന്ന് വാട്ടർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. വാട്ടർ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി v1 ആണ്, അതവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ വാട്ടർ ഈസ് എസ്കേപ്പിംഗ് വിത്ത് എ വെലോസിറ്റി v2, അത് ഔട്ട്ലെറ്റ് ടിപ്പിൽ കാണിച്ചിട്ടുണ്ട് v2 എന്ന് പറഞ്ഞിട്ട്. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. v1ൻ്റെ ഡയറക്ഷൻ നോക്കുക, v2യുടെ ഡയറക്ഷൻ നോക്കുക, വേറെ ഒന്നും ഇപ്പം നോക്കണ്ട. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ ജെറ്റ് പ്ലേറ്റിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. പ്രൊവൈഡഡ് ദാറ്റ് ദ വെയിൻ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി u വെൻ ദ ജെറ്റ് സ്ട്രൈക്സ് ഓൺ ദി വെയിൻ. ഓക്കെ, അതാണ് ഇവിടെ u കാണിച്ചിരിക്കുന്നത്. ഈ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വെയിൻ മൂവ് ചെയ്യാണ് വിത്ത് എ വെലോസിറ്റി u. അപ്പോൾ ആദ്യം ഈ 3 കോമ്പണൻസ് ഓർക്കുക. v1 വെലോസിറ്റിയിൽ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, അത് v2 വെലോസിറ്റിയിലേക്ക് പുറത്തേക്ക് പോകുന്നു. ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെയിൻസ് u വെലോസിറ്റി ആയിട്ട് പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി u. അപ്പോൾ ഈ 3 കോമ്പണൻറ്റ് മാത്രം ഓർക്കുക. ഇനി നമുക്ക് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? എഫ് ഈസ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. അതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു വി ഇനീഷ്യൽ മൈനസ് വി ഫൈനൽ. അതിൽ പ്ലേറ്റ് സ്റ്റേഷനറി ആണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഇനി പ്ലേറ്റ് മൂവിങ് ആണെങ്കിൽ റോ എ ഇൻറ്റു റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി മൈനസ് ഫൈനൽ റിലേറ്റീവ് വെലോസിറ്റി. പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വെലോസിറ്റിയും നമ്മൾ എന്തായിട്ടാണ് എടുക്കേണ്ടത്? റിലേറ്റീവ് വെലോസിറ്റി ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഉള്ള റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. എന്തിൻ്റെയൊക്കെ റിലേറ്റീവ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? v1ൻ്റെയും യുവിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റിയാണ് നമുക്ക് ഇൻലെറ്റിൽ കണ്ടുപിടിക്കേണ്ട റിലേറ്റീവ് വെലോസിറ്റി. അതിനെ നമുക്ക് vr1 എന്ന് വിളിക്കാം. ഇനി ഔട്ട്ലെറ്റിൽ കണ്ടുപിടിക്കേണ്ടത് v2ൻ്റെയും u2ൻ്റെയും റിലേറ്റീവ് വെലോസിറ്റിയാണ്, അത് നമുക്ക് vr2 എന്ന് വിളിക്കാം. ഇനി ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജെറ്റ് വന്ന് വെയിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വെയിൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് u, ജെറ്റിൻ്റെ വെലോസിറ്റിയാണ് v1. അപ്പോൾ അവിടെ എഫക്റ്റീവായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് ആക്റ്റഡ് ആവുക. അതായത് ഇൻലെറ്റിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ v1ൻ്റെയും യുവിൻ്റെയും റിസൾട്ടൻ്റ് ആണ്. ഔട്ട്ലെറ്റിലുള്ള റിലേറ്റീവ് വെലോസിറ്റി vr2 എന്ന് പറഞ്ഞാൽ v2ൻ്റെയും u2ൻ്റെയും റിസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ v1ൻ്റെ ഡയറക്ഷൻ നോക്കുക, ഓക്കെ, യുവിൻ്റെ ഡയറക്ഷൻ നോക്കുക.
നമ്മൾ ഇൻലെറ്റിൽ തന്നെ ഈ യുവിനെയും കൂടെ കാണിക്കുകയാണ്. യു നമ്മൾ ആദ്യം എടുത്തിരുന്നതിൻ്റെ സെൻറ്ററിലല്ലേ യു കാണിച്ചത്, ആ യുവിനെ നമ്മൾ ഇൻലെറ്റിലേക്ക് കൊടുക്കുകയാണ്. അവിടെ ഇൻലെറ്റ് ആയതുകൊണ്ട് യുവിന് നമുക്ക് U1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻലെറ്റിൽ V1ൻ്റെ അവിടെ തന്നെ നമ്മൾ യുവിൻ്റെ ഡയറക്ഷനും വരച്ച് വെക്കുക. ഇപ്പോൾ ഇൻലെറ്റിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, V1നെ കാണിക്കുന്ന ഒരു ലൈനും ഉണ്ട്, U1നെ കാണിക്കുന്ന ഒരു ലൈനും ഉണ്ട്. ഓക്കെ, ആ ഡയറക്ഷൻ മാത്രം യുവിൻ്റെ നമ്മൾ ഈ വെയിനിൻ്റെ സെൻറ്ററിൽ യു വരച്ച ആ ഡയറക്ഷൻ നമ്മൾ ജസ്റ്റ് എടുത്ത് V1ൻ്റെ അവിടെയും കൂടെ വരച്ചു. അപ്പോൾ V1ഉം U1ഉം നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ, ഒരു ഇൻക്ലൈൻഡ് V1 എന്ന് പറയുന്ന ഫോഴ്സും ഒരു ഹൊറിസോണ്ടൽ U1 എന്നുള്ള ഫോഴ്സും ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? അവിടെ നമ്മൾ റിസൾട്ടൻ്റ് എടുക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്നത് EMലൊക്കെ പഠിച്ചാണ്, രണ്ട് ഡയറക്ഷനിലുള്ള വെക്റ്റേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് വെക്ടറും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് ആയിരിക്കും. ഇവിടെ അതേപോലെ V1ൻ്റെയും U1ൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ V1നെയും U1നെയും കണക്ട് ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് V1 U1 VR1 എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ അപ്പോൾ ഇൻലെറ്റിൽ ഫോം ചെയ്യും. അതവിടെ വെക്കുക, V1 U1 VR1. ഇനി ഔട്ട്ലെറ്റിൽ എന്തായിരിക്കും റിസൾട്ടൻ്റ് വെലോസിറ്റി? VR2. V2നെയും U2നെയും കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡായിരിക്കും VR2. ഈ U2 എങ്ങനെ നമുക്ക് കിട്ടി? നമ്മൾ യുവിൻ്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടലാണ്, ആ ഹൊറിസോണ്ടൽ വെലോസിറ്റിനെ നമ്മൾ V2ൻ്റെ അവിടത്തേക്ക് വരച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. ആ ഡയറക്ഷൻ മാത്രമാണ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ V2 U2 അവിടെ വരക്കുക, എന്നിട്ട് അതിൻ്റെ രണ്ടിനെ കണക്ട് ചെയ്തിട്ട് VR2 വരക്കുക. അപ്പോൾ നമുക്ക് VR1ഉം VR2ഉം നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡായിട്ട് കിട്ടി ഇല്ലേ? അത്രയും ചെയ്തു വെക്കുക. അപ്പോൾ ഇൻലെറ്റിൽ എന്തൊക്കെയുണ്ട്? V1ഉം U1ഉം VR1ഉം ഉള്ള ഒരു ട്രയാങ്കിൾ. ഔട്ട്ലെറ്റിൽ എന്തൊക്കെയുണ്ട്? V2ഉം U2ഉം VR2ഉം ഉള്ള ഒരു ട്രയാങ്കിൾ. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ ആയല്ലോ. ഇനി നമ്മളെ ഇക്വേഷൻ എന്താ വരിക? Fx is equal to rho a into VR1 into ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി എന്നാണ് നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ റോ എ VR1 നമുക്ക് അങ്ങനെ വെക്കാം. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VR1 ആണ് വരിക. പക്ഷേ VR1ൻ്റെ ഡയറക്ഷൻ നോക്ക്, എക്സ് ഡയറക്ഷനിലാണോ ഉള്ളത്? അല്ലല്ലോ, എക്സ് ഡയറക്ഷനിൽ. അപ്പോൾ അതേപോലെ തന്നെ VR2 നോക്കും നിങ്ങൾ. VR2 എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലാണോ ഉള്ളത്? അല്ല. Fx എടുക്കുമ്പോൾ ഈ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞത് ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണൻ്റ് ആയിരിക്കണം. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയുടെ എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും? Fx is equal to rho a VR1 into ഈ VR1ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ആ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എടുക്കണമെങ്കിൽ ആ VR1 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയണം. ആ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഈ VR1ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ത് വരും? VR1 cos തീറ്റ. അതേപോലെ VR2 എടുക്കുക. VR2 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ VR2ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് VR2 cos ഫൈ എന്ന് വരും. പക്ഷേ ഡയറക്ഷൻ എങ്ങോട്ടാണ്? എക്സ്, നമ്മൾ യു എടുത്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അത് മൈനസ് VR2 cos ഫൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ Fx is equal to rho a into VR1 into ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VR1ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് VR1 cos തീറ്റ മൈനസ് ഫൈനൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, അതായത് മൈനസ് VR2 cos ഫൈ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? Fx is equal to rho a VR1 into VR1 cos തീറ്റ മൈനസ് മൈനസും പ്ലസ് ആവും. അപ്പോൾ പ്ലസ് VR2 cos ഫൈ. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ V1 എന്താ, U1 എന്താ, VR1 എന്താ എന്ന് മനസ്സിലായി. V2 എന്താ, U2 എന്താ, VR2 എന്താ മനസ്സിലായി. ഇനി ഈ ആംഗിൾസ് തീറ്റ ആൻഡ് ഫൈ, VR2 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും VR1 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതിന് നമ്മൾ തീറ്റ ആൻഡ് ഫൈ എന്നാണ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേര് വെയിൻ ആംഗിൾസ് എന്നാണ്. വെയിൻ ആംഗിൾസ് ഓർത്ത് വെക്കുക. തീറ്റ ആൻഡ് ഫൈ ആർ കോൾഡ് വെയിൻ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ മാത്രമേ നിങ്ങളുടെ നോട്ടിലുണ്ടാവും. ഇനി നമ്മളിതിൽ ഒരു ട്രയാങ്കിളും കൂടെ ഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരുപാട് എന്താണ് നമുക്ക് വർക്ക് ഡണിൻ്റെ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്യാനുണ്ടാകും. അതിൽ നിങ്ങൾക്ക് കുറച്ച് ടേംസും കൂടെ കാണാൻ കഴിയും. അതെന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ V1 എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സാണ്. അപ്പോൾ ആ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻ്റായിട്ടും വെർട്ടിക്കൽ കോമ്പണൻ്റായിട്ടും ഡിവൈഡ് ചെയ്യാമല്ലോ. ഈ V1ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റാണ് VW1.
VW1 എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ എക്സ്പാൻഷൻ വേൾഡ് വെലോസിറ്റി എന്നാണ്. വേൾഡ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഈ V1ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിനെ വേൾഡ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് എന്നാണ് പറയുക. അതുകൊണ്ട് അതിനെ നമ്മൾ VW1 എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഈ V1ൻ്റെ തന്നെ വേർട്ടിക്കൽ കോമ്പണൻറ്റിനെ നമ്മൾ ഫ്ലോ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് എന്നാണ് പറയുക. അതിനെ നമ്മൾ ഫ്ലോ വെലോസിറ്റി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VF1 എന്ന് കൊടുക്കും. അപ്പോൾ V1ന് 2 കോമ്പണൻസ് ആണുള്ളത്. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഇസ് വേൾഡ് വെലോസിറ്റി, ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ VW1, ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഇസ് VF1 ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലോ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. അപ്പോൾ അങ്ങനെ 2 വെലോസിറ്റിയും കൂടെയായി. ഇനി അവിടെ നമ്മളൊരു ആംഗിളും കൂടെ പഠിക്കാനുണ്ട്. V1 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള്, അതിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കും. അതേപോലെ V2 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനെ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. അപ്പോൾ ഈ ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും പേരാണ് ബ്ലേഡ് ആംഗിൾ, ഗൈഡ് ബ്ലേഡ് ആംഗിൾ. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ് നമുക്ക് ഈ വെലോസിറ്റി ട്രയാങ്കിൾസിൽ കാണാം. ഒന്ന് ഏതാണ്? വെയിൻ ആംഗിൾസ്, അത് തീറ്റയും ഫൈയും ആണ്. 2 ഗൈഡ് ബ്ലേഡ് ആംഗിൾസ്, അത് ആൽഫയും ബീറ്റയാണ്. മാറിപ്പോകാണ്ടിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗൈഡ് ബ്ലേഡ് ആംഗിളാണ്. ബ്ലേഡ് സ്റ്റാർട്ടിംഗ് ലെറ്റർ ഇസ് B. അതേപോലെ ആൽഫയും ബീറ്റയും, അതിൽ ബീറ്റയുണ്ട്, ബീറ്റയുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ B. അപ്പോൾ ഗൈഡ് ബ്ലേഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആൽഫ ആൻഡ് ബീറ്റ. പിന്നെ ബാക്കി തീറ്റ ആൻഡ് ഫൈ ഇസ് വെയിൻ ആംഗിൾ. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെയായി? V1 ആയി, VW1 ആയി, VF1 ആയി, ആൽഫ ആയി. അപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിലെ എല്ലാ കോമ്പണൻസും നമ്മൾ പഠിച്ചു. ഇനി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുത്ത് നോക്കുക. ഇതേപോലെ V2നും ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റും ഉണ്ടാവും. V2ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? വേൾഡ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്, VW2. അതേപോലെ V2ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റിൻ്റെ പേരെന്തായിരിക്കും? VF2, അതായത് ഫ്ലോ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. അപ്പോൾ V2 ഈ VW2 അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഈ എൻ്റയർ ട്രയാങ്കിൾ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനെയാണ് നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ ഇൻ എ ടർബൈനോ അല്ലെ വെലോസിറ്റി ട്രയാങ്കിളിനെ സിസ്റ്റം ഓഫ് ഹൈഡ്രോളിക് മെഷീൻസ് എന്നൊക്കെ പറയുന്നത്. വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തൊക്കെ വേണം അതിൽ? V1, U1, VR1. ഇനി V1ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റും. അതേപോലെ ഔട്ട്ലെറ്റ് എന്തൊക്കെ വേണം? V2, U2, VR2, പിന്നെ V2ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റ്, പിന്നെ ആൽഫ ബീറ്റ തീറ്റ ഫൈ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ വെലോസിറ്റി ട്രയാങ്കിളായി. ഈ വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ ഷേപ്പ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മളോട് എക്സാമിന് മിക്കവാറും ചോദിക്കാറ് ഇങ്ങനെ ഒരു V1 എത്രയാണ്, ആൽഫ എത്രയാണെന്നൊക്കെ തരും, അല്ലെങ്കിൽ തീറ്റ എത്രയാണെന്ന് തരും. അങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് പറയും തീറ്റ കണ്ടുപിടിക്കാൻ, ഫൈ കണ്ടുപിടിക്കാൻ, ബീറ്റ കണ്ടുപിടിക്കാനൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ സിസ്റ്റം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളിൽ നമ്മളോട് ആൽഫ കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ആൽഫ കാണണമെങ്കിൽ നമുക്ക് ടാൻ ആൽഫ എടുത്ത് നോക്കിയാൽ മതി. VF1 ഡിവൈഡ് ബൈ VW1 ആണ് ടാൻ ആൽഫയുടെ ഇക്വേഷൻ. ഈ VF1ഉം VW1ഉം നമുക്കറിയെങ്കിൽ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ഇനി പ്രോബ്ലം പാർട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുക, ആൽഫ കണ്ടുപിടിക്കുക, ബീറ്റ. അതാണ് മെയിനായിട്ട് എപ്പോഴും അതാണ് ചോദിക്കുക. വെയിൻ ആംഗിൾസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബ്ലേഡ് ആംഗിൾസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് സാധാരണ പ്രോബ്ലംസ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിൾ സിസ്റ്റം വരക്കാൻ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഓക്കെ.